ജംഗ്ഷനിൽ ഒരാള് പഴംപൊരി കഴിക്കാൻ പോയില്ലേ? നാളെ കാണാനല്ലോ. പഴംപൊരി കൊടുത്തില്ലല്ലോ, ആ വാശിക്ക് പോയതാ. മനഃപൂർവ്വം വൈകി വരുള്ളൂ. അമ്മ, അച്ഛൻ ഇന്ന് കംപ്ലീറ്റ് ഫുൾ ആംഗ്രി ഓൾഡ് മാൻ ആയിരിക്കും. ആ വന്നല്ല, അച്ഛൻ വന്ന്. ആ അച്ഛൻ വന്നാ? അച്ഛായി. ഓ ഏത്തപ്പഴം. അച്ഛാ ഏത്തപ്പഴം. ഏത്തപ്പഴം ഒറ്റയാണ് തൊട്ടുപോലെ ആരും എടുക്കുകയും ചെയ്യരുത്. ആ ഇത് വേറൊരു കാര്യത്തിലാണ്. ഇത് തീറ്റയല്ലാണ്ട് വേറെ എന്തോന്ന് കാര്യം? അതിന്ന് ഒരെണ്ണം പോലും എടുത്തേക്കരുത്. എടുക്കണവന് പണി കിട്ടും. എന്തോന്നമ്മ ഇത്? ഈ എന്തോന്ന് അവിടെ ചെന്ന് ചോദിക്കാം, എനിക്കറിയില്ല. പഴം എണ്ണി ചോദിക്കട്ടെ? 2 3 തരൂല, ഒരാൾക്കോലും തരൂല. അല്ല ഈ പഴം എണ്ണണ എന്തിനാ കൊണ്ടെന്ന് വെച്ചിട്ട്? ആ എന്റെ ശ്രദ്ധ അങ്ങോട്ട് മാറുമ്പോഴേ ചിലപ്പോ നീയൊക്കെ കയറി തിരികെ എടുത്തളായി. അതുകൊണ്ട് ഈ കൊലക്ക് എത്ര രൂപയാ? 10 350 കൂടുതലായി. 10 350 കൂടുതലായി. നല്ല പഴുത്താണ്, പക്ഷെ രഹസ്യ നാടനാണ്. തമിഴ്നാടാണോ? കർണാടക. അച്ഛാ സാമ്പിൾ ഓടിക്കണ ഓരോന്ന് വെച്ച് നോക്കട്ടാ. ഇത് തൃശ്ശൂർ പോരോ? വേണ്ട കേട്ടാ, സഹായിക്കണ്ട. കൊച്ചു കുട്ടികൾക്ക് കൊടുത്തില്ലെങ്കിൽ ശാപം കിട്ടും അച്ഛാ. തന്നെ ഒരുപാട് ശാപം ഇപ്പൊ തന്നെ ഉണ്ട്. അപ്പൊ ഈ ശാപം ഇവിടെ ഒന്ന് ഇരിക്കട്ടെ തലയില്. അച്ഛ ഇത് കഴിക്കണല്ലേ? ഇല്ല, ഞാൻ ഇങ്ങനെ വെച്ചിട്ട് ഞാൻ നോക്കിയിരിക്കും. എന്ത് കൊതിയാവണ? എന്ത് കൊതി? ഏത്തപ്പഴല്ലേ? മനുഷ്യന്റെ കാര്യമല്ലേ, പറയാൻ പറ്റൂല. അത്രേ ഉള്ളൂ. ഇതെന്തിനാ ഇപ്പൊ ഗുളി കഴിക്കണേ? വെള്ളം വേണ്ടേ? വെള്ളം വേണ്ട, പിന്നെ പറയാം. ഞാൻ വർക്കേരിയ പോകണം. ബാലേന്ദ്രൻ നമ്പീരെ ഭാര്യയും മക്കളും ആണെന്നുണ്ടെങ്കിൽ ഇത് തൊട്ടുകൊല്ല്. അല്പം ഒരു ആത്മാവിനും നാണം മാനം ഉണ്ടെങ്കിൽ ഇത് തുടരുത്. അതെ, നാണവും മാനവും ഇല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പോയ നേരം കൊണ്ട് വേണമെങ്കിൽ തിരിവെടുക്കാനുള്ള സമയമുണ്ട്. എന്താ കൊലയും കൊണ്ട് അടുക്കളയോട്ട് പോയേ? പോണ വഴിക്കൊക്കെ കൊലയെ കൊണ്ട് നടക്കട്ടെ, ഭ്രാന്തായിട്ടുണ്ടാവും. രണ്ടത് അമ്മ, എനിക്ക് പഴം കണ്ടിട്ട് കൺട്രോൾ ചെയ്ത് നിൽക്കാൻ പറ്റുന്നില്ല അമ്മ. കൺട്രോൾ ചെയ്തേ പറ്റുള്ളൂ. കാണാൻ ആളുള്ളപ്പോഴേ കളിക്കാരന് ആവേശം കൂടും. അതുകൊണ്ട് ഇച്ചിരി അടങ്ങുന്നതാണ് നമുക്ക് നല്ലത്. അല്ല ഇത് കയറിക്കൊണ്ടേ ഇരിക്കും ഇങ്ങനെ. അല്ല ഈ ചീനച്ചെടി എന്തിനാ? അച്ഛനാ പറഞ്ഞിട്ട് രംഗത്ത് കേട്ട് അറിഞ്ഞൂടെ? പൊടി കുറ്റമുള്ളാടെ മോളെ തന്നത്. ശിവ, സോറി മമ്മ, ഞാൻ വേറൊരു വിവർത്തകയാണ്, ട്രാൻസ്ലേറ്റർ. ശിവ, പരിപാടി വേറെ ലെവലാന്ന് തോന്നുന്നു കേട്ടാ. ബാ നോക്കാം. എന്തോന്നത്? പഴംപൊരി. പഴംപൊരിയാ? പഴംപൊരി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. ഓ ചേടാ, വല്ലാത്തൊരു പരിപാടി ആയി പോയല്ലോ അമ്മ. ബാലുവേ, നിങ്ങൾ ഈ കാണിക്കുന്ന കോപ്രായം കാണുമ്പോൾ നാട്ടുകാർ വിചാരിക്കേ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കിയിട്ട് പണ്ടത്തെ പോലെ കുക്കിംഗ് ഒക്കെ പുറത്തായെന്ന്. അവിടെ എന്തെങ്കിലും കാണിക്കണമെങ്കിൽ വീട്ടിൽ അടുക്കളയുണ്ടല്ലോ, അവിടെ പോയി കാണിക്കിച്ചല്ലേ. എടി, നിന്റെ ഇട്ടാവട്ട അടുപ്പിൽ ഉണ്ടാക്കുന്ന സാധനം അല്ലത്. ഇത് വിശാലമായ അടുപ്പ് വേണം. എനിക്ക് നന്ന് ഇളക്കി എനിക്ക് തിമിർക്കണോടെ. എനിക്ക് പഴംപൊരി അല്ലേ ഉണ്ടാക്കണം, അല്ലാണ്ട് സദ്യ പോലല്ലോ. ഇനി അടുത്തത് വെളിച്ചെണ്ണ തപ്പും. വെളിച്ചെണ്ണ എടുക്ക, അടുക്കളയിലേക്ക് വാ. നല്ലെണ്ണയോ ഇത്? അമ്മേ, ഈ പരിപാടി നല്ല കളറാണല്ലോ. അല്ല, നിങ്ങൾക്ക് ഓരോ ദിവസം ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയില്ലേ കിടന്ന് ഉറങ്ങാൻ പറ്റില്ലേ? ഇന്നത്തെ വിഷയം പഴംപൊരിയില്ല. എണ്ണ തിളച്ച് വരെയാണ്. 2 കൈപിടിയോട് മുക്കേണ്ടല്ല. ഓഫീസിൽ പോയി പാൻ എടുത്ത് എഴുതാൻ പറ്റില്ല, ഇങ്ങനെ ഇരിക്കും. ആരെങ്കിലും അടുത്ത് കുടിക്കും. അമ്മ, എന്താടാ? അമ്മ അച്ഛനടുത്ത് ഒന്നും പറയാതെ പോയായിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ എന്തായാലും ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും തരാതിരിക്കത്തില്ലല്ലോ. എന്തായാലും എനിക്ക് തരും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അങ്ങനെ ഇവിടെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് എടുത്ത് കഴിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ
കൈവിട്ടു ഞാൻ. അല്ല അമ്മ അച്ഛൻ എന്നെ നിർബന്ധിക്കുമല്ലോ, അതാണല്ലോ എന്റെ ടെൻഷൻ. നിർബന്ധിച്ച് നീ കഴിക്കണം, നിന്റെ വയറിളകൂടാ. ഒരു കാര്യം പറയാം, അമ്മ ഒരു തീരുമാനം എടുത്താ ഞാനൊരു തീരുമാനം എടുത്തു. രണ്ട് വഞ്ചിയിൽ കാലിട്ടിക്കണ പരിപാടി പാടില്ല. ഇല്ല, ഫുഡിന്റെ കാര്യം അതുകൊണ്ട് ഇവനെ വിശ്വസിക്കാനും പറ്റൂല. അതാണ് എന്തോ പറയണോ കേട്ടല്ലോ. ശരി, വരണ്ട്. ഈ പോണോടിക്ക് വരണോടിക്ക് കൊലയും നോക്കിക്കൊണ്ട് നടക്കണ എന്തിനാണാവോ? അത് തന്നെ, ഇതൊന്നും സഞ്ചരിക്കുന്ന വാഴേ. അല്ലടി സഞ്ചരിക്കുന്ന പടവലം. മിണ്ടാതിരുന്ന അഭ്യാസം കാണിച്ചോ. എന്നെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലോ ആ ചീനച്ചേട്ടി ഞാൻ കല്ലുമണ്ണും വാരിയിടും. പറഞ്ഞില്ലാന്ന് വേണ്ട. എന്നാ പിന്നെ കുറച്ച് മുളക് പൊടി കൂടെ വാരിയിട്, എന്നിട്ട് ആ കല്ലുമണ്ണ് വറുത്ത് കോരിയെടുക്ക്. അതാകുമ്പോൾ നല്ല ഫ്രൈ പരുവത്തി കിട്ടും. അതിന്റെ ആവശ്യമൊന്നുമില്ല. അച്ഛൻ എന്താണ്ടാക്കിയാലും കല്ലുമണ്ണിന്റെ രുചിയൊക്കെ തന്നെയാ. കൈയണ്ട എന്ത് കുഴപ്പം? കൈയണ്ടടി. ആയിരക്കണക്കിന് ആൾക്കാർ സദ്യ ഉണ്ടാക്കിയ കൈയാണ്. വറുത്തും ഇടിച്ചും കോരി അച്ചപ്പവും കുഴലപ്പവും ഉണ്ണിയപ്പവും പക്കാവടയൊക്കെ വറുത്തവര് കൈയാണ്. അറിയാം, നീയാറ്റിക്കര എന്റെ കുടുംബത്തിൽ അടക്കളല്ലേ, തീ അടയാറല്ലേ, അവിടെയാണ് എന്നെ പറ്റിയിട്ടത്. അയ്യോ, നെയ്യാറ്റിക്കിന്റെ തള്ളി മറിക്കാൻ തുടങ്ങിയപ്പോ. അച്ഛൻ ഈ ഡയലോഗും പറഞ്ഞ് എന്തൊക്കെ പരിപാടി ചെയ്തിട്ടുണ്ടോ അതൊക്കെ അട്ട ഫ്ലോപ്പാണ്. നീയൊക്കെ എന്തിനാ എന്റെ പുറകെ കിടക്കണത്? പോടാ, പോയി അവിടെ അടുക്കളയിൽ പോയിട്ട് വല്ല കട്ടായിട്ട് കുടിച്ചോണ്ടിരി. പോ, ഇത് തിളച്ചു മറണ എണ്ണയിൽ മൊരിഞ്ഞ് വേറെ രുചിക്കുട്ടുണ്ടാക്കണ കളിയാണ്. ആ അടുപ്പിൽ തീയും കത്തിച്ച് ചീനച്ചട്ടിയും വെച്ച് അതിനകത്ത് എണ്ണ ഒഴിച്ചിട്ട് നിന്ന് കഥകളി കളിക്കുക. അത് കത്തിപ്പോവാ എണ്ണ. എന്താണ് നിക്കടാ വേഷം കെട്ട് കാണാ? കേറിപ്പോടാകത്ത്, പോ കേറിപ്പോകത്ത്. കേറിപ്പോടാ പറഞ്ഞിട്ടില്ലേ? ചേട്ടൻ കയറിപ്പോട്ടാ. ഇത്ര